ഇന്ന് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ മാസത്തെ ആദ്യത്തെ യോഗം കൂടുകയായിരുന്നു. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വന്ന് അത് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയുണ്ടായി. അത് യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീട്ടി നിൽക്കുകയും അപ്പോൾ ഞാൻ അജണ്ട തീർന്നതിന് ശേഷം പറയാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് കേൾക്കാതെ എല്ലാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒന്നിച്ച് വേദിയിലേക്ക് വരികയും അവിടെ ഇരുന്ന പേപ്പറുകളും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അജണ്ടകളും രേഖകളൊക്കെ ഇച്ചി ചീന്തിക്കൊണ്ട് അവർ ഭയങ്കര ആത്മശക്തരാകുകയാണ് ഉണ്ടായത്. അപ്പോൾ അവർ പറയാനുള്ളത് കേൾക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ അവരാരും ഇതിന് ചെവി കൊടുക്കാതെ അവരൊരു പ്രശ്നം ഇന്ന് വളരെ രൂക്ഷമായിക്കൊണ്ട് ആ ബോർഡ് യോഗം ഇന്ന് ആകെ അലങ്കോലപ്പെടുത്തുകയാണ് ഉണ്ടായത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സാധാരണ യോഗമായിരുന്നു. അതായത് ഒരു 7 ദിവസം മുമ്പ് 6 ദിവസം മുമ്പൊക്കെ നോട്ടീസ്, അജണ്ടകളൊക്കെ നിശ്ചയിച്ചുള്ള നോട്ടീസ് പ്രകാരമാണ് യോഗം ചേർന്നത്. അത് ഭരണസമിതി അംഗങ്ങൾക്കൊക്കെ നേരത്തെ അറിയിപ്പായി കൊടുത്തിട്ടുണ്ട്. ഭരണസമിതി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ അംഗങ്ങളാണ്. പക്ഷെ എന്നാൽ അവർക്ക് വോട്ടവകാശമൊന്നുമില്ല. ഭരണസമിതി അംഗങ്ങളെപ്പോലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളെപ്പോലെ വോട്ടവകാശമില്ല. അവർ യോഗത്തിൽ ഒരു അഭിപ്രായം പറയാം, അതൊക്കെ നമ്മൾ മാനിക്കാറുണ്ട്, അവർ പറയുന്നതിന് മുഖവിലൊക്കെ എടുക്കാറുണ്ട്. ഇന്ന് അവർ CPM-ൻ്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ യോഗം അലങ്കോലമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി വന്നതാണ് കണ്ടത്. അത് മാധ്യമപ്രവർത്തകർ വരെ അതിന് സാക്ഷിയാണ്. യോഗം പൊതുവെ യോഗത്തിൽ മുൻകൂട്ടി വിതരണം ചെയ്ത അജണ്ട പ്രകാരമാണ് ചർച്ചകൾ നടക്കാറ്. ഒരു 7ഓളം അജണ്ടകളുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ അജണ്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൻ്റെ റിപ്പോർട്ട് അവതരണം, മിനിറ്റ്സ് വായനയായിരുന്നു. അത് കഴിഞ്ഞ പാടെ ആണ് ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗം കൂടിയായ, അതായത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിലെ ക്ഷണിതാവ് കൂടിയായ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഓടി വരുന്നത്. ഉണ്ണികൃഷ്ണൻ ഓടി വന്നിട്ട് പറഞ്ഞു, അജണ്ടകൾ നിർത്തിവെക്കണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു, നിലവിലെ അജണ്ടകൾ ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്, അത് അവസാനിക്കട്ടെ, എന്നിട്ട് നമുക്ക് പ്രസിഡന്റ് അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് അക്കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നുള്ളത്. അത് പറ്റില്ല, അജണ്ടകൾ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ചർച്ച ചെയ്യണമെന്നാണ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. പക്ഷേ അപ്പോൾ എല്ലാ അംഗങ്ങളും, ഏകദേശം ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അതിനോട് യോജിച്ചില്ല. അവർ അജണ്ടകൾ നടക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോഴേക്ക് കുറച്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാരും കൂടി ഓടിക്കതച്ചെത്തുകയും ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ ഒന്നും പറഞ്ഞിരുന്നില്ല, ഉണ്ണികൃഷ്ണനെ പറയാൻ അനുവദിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരും ഒരേ സ്ഥലത്തിൽ അങ്ങനെ ഒന്നിനും ഇടപെടാതെ നിൽക്കുകയായിരുന്നു. എല്ലാ അംഗങ്ങളും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഞങ്ങളൊക്കെ ഒരേ മനസ്സോടു കൂടി ആണ്, ഒരേ കുടുംബത്തെ പോലെയാണ് ഇവിടെ കഴിയുന്നത്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ഇന്ന് അവരുടെ പത്രസമ്മേളനം കണ്ടു. അവർ പത്രക്കാരെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യം, കഴിഞ്ഞ ദിവസം ചേർന്ന കർഷക സംഗമത്തിൽ, അതായത് ബ്ലോക്ക് തലത്തിൽ നടന്ന കർഷക സഭയിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അപമാനിച്ചു എന്നാണ് പറയുന്നത്. കാരണം അതിൽ അധ്യക്ഷൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഞാനായിരുന്നു. ഉദ്ഘാടക ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം CPM-ൽ തന്നെ ഞങ്ങളുടെയൊക്കെ സീനിയർ അംഗം, ഞങ്ങൾക്കൊക്കെ സത്യവാചകം ചൊല്ലിത്തന്ന, ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന MK മുഹമ്മദ് എന്ന അംഗം ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തെ ആശംസ നേരുന്നതിന് വേണ്ടി വിളിച്ചു. അപ്പോൾ അദ്ദേഹം ആശംസ നേർന്നു, നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പ്രസംഗിച്ച ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, ഇവിടെ പ്രോട്ടോകോൾ ലംഘനം നടന്നിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റുമാരെയാണ് അധ്യക്ഷൻ വിളിക്കേണ്ടിയിരുന്നത്, അത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെ വിളിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞു. നിലവിൽ അങ്ങനെ ഒരു പ്രോട്ടോകോൾ സംവിധാനം എവിടെയുമില്ല. പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ബ്ലോക്ക് പ്രസിഡന്റ്, ഒരു ജില്ലാ പഞ്ചായത്തിന് ശേഷം ഒരു പ്രോട്ടോകോൾ സംവിധാനമില്ല. അതൊരു മര്യാദക്ക് അതത് ബോഡികൾ പ്രോട്ടോകോൾ നിശ്ചയിച്ച് ഒരു അപാകതയില്ലാതെ പരിപാടികൾ നടത്താനാണ് പതിവ്. നമ്മുടെ സീനിയർ മെമ്പർ എന്നുള്ള നിലക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് തലത്തിലൊരു പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തന്നെയാണ് വിളിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആശംസ നേർന്നു. പക്ഷേ ഇദ്ദേഹം CPM-ന് അനഭിമതനാണ്. ഈ MK മുഹമ്മദ് എന്ന മെമ്പർ CPM-ന് അനഭിമതനാണെന്നാണ് മനസ്സിലായത്. അദ്ദേഹത്തെ വിളിച്ചതാണ് CPM-ൻ്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ പ്രകോപിതരാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മാത്രം യോഗത്തെ അലങ്കോലമാക്കിയത്.
ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായവരൊക്കെ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ യോഗത്തിലിരിക്കുകയാണ് ചെയ്തത്. അവർ യാതൊരു കമൻറ്റും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയോ ബ്ലോക്കിൻ്റെ നടപടികൾക്കെതിരെയോ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ പൂർണ്ണമായും ഞങ്ങളോട് സഹകരിക്കുന്ന സമീപനമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്തോ ഒരു തെറ്റിദ്ധാരണയിലാണ്. കാരണം അവർ അവരെ പ്രോട്ടോകോൾ ലംഘിച്ചു, അല്ലെങ്കിൽ അവരെ പ്രോട്ടോകോൾ പ്രകാരം പാലിച്ചു ഒരു പ്രോട്ടോകോൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ പല കാര്യങ്ങളും ഞങ്ങളോട് സഹകരിക്കാറുള്ള ആളുകളെ ഞങ്ങളും അവരും സംയുക്തമായിട്ടാണ് പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യാറും നടപ്പിലാക്കാറൊക്കെ. പക്ഷെ ഇത് എന്താണ് എന്നറിയില്ല, അവർ വല്ലാതെ പ്രകോപിതരായിട്ടുണ്ട്. അതിൽ CPM-നുള്ളിലെ ഒരു ഗ്രൂപ്പ് പ്രശ്നമാണോ എന്ന് സംശയിക്കുന്നുണ്ട്. കാരണം മുമ്പ് മുസ്ലിം ലീഗുകാരനായിരുന്ന ആളാണ് ഈ MK മുഹമ്മദ്. MK മുഹമ്മദ് CPM-ന്റെ പിന്തുണയോടുകൂടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി CPM-ന്റെ പാർട്ടി ചിഹ്നത്തിന് മത്സരിച്ച ആളാണ്. അദ്ദേഹത്തെ പ്രസംഗിക്കാൻ ക്ഷണിച്ചതാണ് CPM-നെ ഇങ്ങനെ ചൊടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഒരു കുടുംബമായി ഞങ്ങൾ 15 ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ഒറ്റക്കെട്ടാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ CPM-കാരായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഈ നടപടിയിൽ ഞങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിലെ 15 അംഗങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഞങ്ങൾ പലരും നേരിട്ടും മറ്റ് CPM-കാരായവർ അവരോട് ആ രീതിയിലും അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകും എന്നാണ് അറിയിക്കുന്നത്. ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം.